ടോപ്പിലേക്ക് പോവാം. This call is now being recorded. ഇന്നലത്തെ വെച്ച് അപേക്ഷിച്ച് ഇന്നത്തെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇന്നലത്തെ കുറച്ച് കൺഫ്യൂഷൻ ആണ് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ നല്ല എളുപ്പമാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏജന്റിക് ഇല്ല AI കിടക്കുക. N8 അവർ ബേസിക് ആയിട്ട് കുറച്ച് AI നോട്ട്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം പരിചയപ്പെട്ടിട്ട് അടുത്ത ഏജന്റിക് AI ബേസിക് എല്ലാം ചെയ്യും അതിനകത്തേക്കൊക്കെ പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നോഡ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ടർ ആണ്. ഇതിന്റെ പേര് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്തായിരിക്കും സംഭവം എന്ന ഒരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സ് ഇടാൻ, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം, മൈക്ക് ഓണാക്കി പറയാം. ഇൻഫോർമേഷൻ എക്സ്ട്രാക്ടർ എന്തായിരിക്കും ചെയ്യാന്നൊരു ഐഡിയ ഈ പേര് കേട്ടിട്ട്? ചാറ്റ് ബോക്സിൽ ഇടോ, അല്ലെങ്കിൽ മൈക്ക് ഓണാക്കി പറയോ, എന്തെങ്കിലും ചെയ്യാട്ടോ. ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തവരെന്നാണോ മിണ്ടാതിരിക്കുന്നത്? ഇപ്പൊ ഒരു ഷീറ്റ് നോഡിനോട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഷീറ്റിന്റെ എല്ലാം ഇൻഫർമേഷനും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെയല്ല. കുറച്ച് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് ആണ് എക്സ്ട്രാക്ട് ചെയ്യണത്. അപ്പൊ എന്തായിരിക്കും ആ സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്യാം? ബേസിക് ഐഡിയ അത്രയാണ്. ഷീറ്റ് കണക്ട് ചെയ്യേണ്ട അങ്ങനത്തെ ഒന്നുമില്ല. ഒരു സ്ട്രിങ്ങിന്ന് ഇപ്പൊ ഞാൻ ഒരു സംഭവം, അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഒരു സ്ട്രിങ് കൊടുക്കാണ്, അതായത് ബോട്ട് സ്നാക്സ് ഫോർ 10 rupees. ആ സ്ട്രിങ്ങിൽ നിന്ന് എനിക്കിപ്പോ ഐറ്റം, എന്താണ് ഐറ്റം, അത് എക്സ്ട്രാക്ട് ചെയ്യണം, എമൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഒരു ബേസിക് ആയിട്ടുള്ള കോഡിങ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് അങ്ങനത്തെ സെനാരിയോസിലാണ് നമ്മൾ AI യൂസ് ചെയ്യുക. അതിന് പ്രീബിൽഡ് ആയിട്ടുള്ള ഒരു നോഡാണ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു നോഡ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടെക്സ്റ്റ് ഇവിടെ യൂസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ബഡി, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഐ ബോട്ട് സ്നാക്സ് ഫോർ 5 rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പിന്നെ അവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ്, ഇവിടെയാണ് വരിക. ഞാൻ അവിടെ ലോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും വരില്ല, കാരണം AI കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ചാറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അത് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഇവിടെ ഞാൻ എന്ത് ചാറ്റാണ് കൊടുക്കുക, അത് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കിട്ടും. അത് യൂസ് ചെയ്തിട്ടായിരിക്കും AI ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ ആഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് എന്താണ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ എനിക്ക് ഐറ്റത്തിന്റെ പേരാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഐറ്റം തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് മനസ്സിലാവുന്ന പേര് ഐറ്റം. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ബൂളിയൻ ആണോ, ഡേറ്റ് ആണോ, നമ്പർ ആണോ, സ്ട്രിങ് ആണോ? ഐറ്റം ഒരു സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ സ്ട്രിങ് സെലക്ട് ചെയ്തു. എന്നിട്ട് AIക്ക് മനസ്സിലാവണം ഇത് എന്താണ്, ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവമാണ് ഒരു സെക്ഷനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐറ്റം എന്ന് പറഞ്ഞ സംഭവം എന്താണ്, നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ഡേയില് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പഠിച്ച പോലെ തന്നെ AIക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താണ് ഐറ്റം എന്ത് സംഭവമാണ്. ഇപ്പൊ ഈ സിനിയറിയിൽ ഐറ്റം എന്ത് സാധനമാണെന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താണ്. ഞാൻ ഇവിടെ പറയാണ്, item is a physical object, product, or a thing that was purchased, bought, spent, or paid for this. This is a noun. The actual thing exchanged for money. അങ്ങനെ പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ കൊടുത്തു, ചുമ്മാ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. ഞാൻ കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട്
എ ഐ മോഡലിലൂടെ എ ഐ മോഡൽ ആഡ് ചെയ്യുന്നത് ഇവിടെ മോഡൽ എന്ന് പറഞ്ഞൊരു ഇത് കണ്ടില്ലേ, ആ പ്ലസ് ബട്ടൺ ഞെക്കുക. നിങ്ങൾ ജെമിനൈ ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ജെമിനൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ജെമിനൈ ചാറ്റ് മോഡലാണ്. അത് പ്രസ് ചെയ്യുക. എ പി ഐക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെൻസിൽ ബട്ടണില്ലേ അത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഈ എ പി ഐ കീയുടെ അവിടെ നിങ്ങളുടെ എ പി ഐ കീ ഏതാണോ അത് പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഞാൻ കുറേ റൺ ചെയ്ത് തന്നെ എൻ്റെ ജെമിനൈ റേറ്റ് ലിമിറ്റ് ആയി, അത് വർക്കാവില്ല. അപ്പൊ ഞാൻ ഓപ്പൺ റൗട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ റൗട്ടർ ആർക്കെങ്കിലും അറിയാമോ? ഓപ്പൺ റൗട്ടർ എന്താണ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടാം. എന്താണ് ഓപ്പൺ റൗട്ടറിൽ കുറെ മോഡൽസ് ഉണ്ട്. മൈക്രോഫോൺ? നമുക്ക് ഒറ്റ ഏരിയയിൽ തന്നെ ബില്ലിങ്ങും പേയ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാം, മോഡൽസ് സ്വിച്ച് ചെയ്യാം. എ പി ഐക്ക് മാറാതെ തന്നെ മോഡൽസ് അവിടെ തന്നെ സ്വിച്ച് ചെയ്യാനും പറ്റും. നൈസ്. അപ്പോ ഓപ്പൺ റൗട്ടർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കുന്നത് ഓപ്പൺ ഐയുടെ മാത്രമായിരുന്നു. അതിന്റെ ലിമിറ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ 500 രൂപയ്ക്കാണ് റീചാർജ് ചെയ്തത്. ആ 500 രൂപയും എനിക്ക് ഓപ്പൺ ഐയുടെ മോഡൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്ക് ഓപ്പൺ ഐ മാത്രമല്ല നല്ല മോഡൽസ്, ചിലപ്പോൾ എനിക്ക് കോഡ് യൂസ് ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ എനിക്ക് ഡീപ് സീക്ക് യൂസ് ചെയ്യേണ്ടി വരാം. അപ്പൊ ഓപ്പൺ റൗട്ടർ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ആക്സസ് പോയിന്റ് ആണ്. നമുക്ക് ഒരു ഒറ്റ തവണ ഒരു ടോപ്പ് അപ്പില് നമുക്ക് എല്ലാ മോഡൽസ് യൂസ് ചെയ്യാം. കണ്ടോ, എനിക്ക് ഓപ്പൺ ഐ കിട്ടും, പിന്നെ കീമി എന്ന് പറഞ്ഞ മോഡൽ കിട്ടും, പിന്നെ ലാമ കിട്ടും, ജെമിനെ കിട്ടും, എല്ലാം അവിടെ കിട്ടും. അപ്പൊ എ പി ഐക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ റൗട്ടറിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഡിസിഷൻ എന്നാണ് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വരാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത എമൗണ്ട് ആണ് എക്സ്ട്രാ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ എമൗണ്ട് എന്ന് കൊടുത്തു. അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്പർ ആണ്. എന്നിട്ട് ഞാൻ എമൗണ്ട് എന്താണെന്ന് എക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്താണ്. അതായത് ന്യൂമറിക്കൽ മോണിറ്ററി വാല്യൂ പേഡ് സ്പെൻഡ് ഓർ എക്സ്ചേഞ്ച് ഓൾവേസ് എ നമ്പർ ഹോൾഡ് ബി എ പ്രിസിഡഡ് ബൈ എ കറൻസി അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് മാറ്റാം. ഇത് ഇവിടെ അവർ നേരത്തെ പ്രോംപ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഞാൻ അങ്ങനെ മാറ്റാറില്ല. മാറ്റേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ഇത് രണ്ടും എന്തായാലും ഇത് രണ്ടും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ വാല്യൂസ് ഓപ്ഷണൽ ആയിരിക്കും എക്സ്പെർട്ട് ചെയ്യേണ്ട വാല്യൂസ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഓൺ ചെയ്യേണ്ട. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഐറ്റവും എമൗണ്ട് എന്തായാലും എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അന്നേരം വേണമെങ്കിൽ ഇത് ഓണാക്കാം, ഓണാക്കിയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും എറർ വരുമോ എന്ന് നോക്കാം. ഞാനിവിടെ ഓപ്പൺ ഡേറ്റ് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ബോട്ട് സ്നാക്ക് ഫോർ ₹5 എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഈ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ നോഡിലേക്ക് വന്നു. അതിനകത്ത് ഇവിടെ ബോട്ടേഴ്സ് അത് ഇൻപുട്ടായിട്ട് പോയി. എന്നിട്ട് എ അടുത്തേക്ക് ഞാൻ ലോഗ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് എയിലേക്ക് പോയിട്ട് ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ പോയിട്ട് URI എക്സ്പോർട്ട് എക്സ്ട്രാക്ട് ഇൻ ആൽഗരിതം, അതായത് ബേസിക്കലി സിസ്റ്റം പ്രോംപ്റ്റ് ആദ്യം പോയി, പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പോയി, എന്തോ ഡാറ്റ ടൈപ്പ് ആണ്, എന്താണ് അതിന്റെ പേര്, അതെല്ലാം പോയി. പിന്നെ നമ്മുടെ ഇൻപുട്ട് പോയി, നമ്മൾ എന്താണ് ഇൻപുട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ ഏറ്റവും വന്നേക്കുന്ന ഔട്ട്പുട്ടാണ് ഐറ്റം എന്ന് പറഞ്ഞ സ്നാക്കാന്ന് പറഞ്ഞു, എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും. സിസ്റ്റം പ്രോംപ്റ്റ് ഓരോ തവണ സെൻഡ് ആകും അതോ അതിന് മെമ്മറി ആ ഇല്ലില്ല, നമ്മൾ API കോൾ ചെയ്യണ കാരണം ഓരോ തവണയും സിസ്റ്റം പ്രോംപ്റ്റ് അതിനാ കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു ഏജന്റ് കെയിലേക്ക് വരുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ ചാറ്റ് GPT പിന്നെ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഓരോ തവണയും നമ്മുടെ മെമ്മറി അതിനകത്ത് സേവ്ഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർക്ക് അതിന്റെ സ്റ്റോറേജ് ചെയ്യുന്ന സംഭവം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇൻഫോർമേഷൻ എല്ലാം നമ്മൾ ഓരോ തവണ എൻ്റർ ചെയ്യുമ്പോൾ
നമ്മുടെ നേരത്തെ ഇൻഫർമേഷൻ, നേരത്തെ ചാറ്റ് അതെല്ലാം വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. അല്ലാതെ ഓരോ തവണയും ആ കിട്ടുന്ന റെസ്പോൺസ്. പക്ഷെ API കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ തവണയും എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, ഞാൻ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്, അത് ഓരോ തവണയും API അല്ല API വഴി LLM അയച്ചാലാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഭുവനേഷ് ക്ലിയർ അല്ലാത്ത കാരണമാണോ? അല്ല, ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ. API കോൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഓപ്പൺ എഐക്ക് നമ്മളൊരു ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഓപ്പൺ എ എടുത്തിട്ട് എല്ലാ ബോർഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരെന്താണ്, ഞാൻ എവിടെ പഠിക്കുന്നത്, എല്ലാത്തിനും അറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ഓപ്പൺ എഐ നമ്മുടെ ഡാറ്റ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ API കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എവിടെയും സേവ് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിനൊരു ഐഡിയ ഇല്ല. കാരണം ഓരോ തവണയും പുതിയ പുതിയ ഡാറ്റയാണ് API കോഴ്സിന്റെ കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ച് ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ API കോൾ ചെയ്യുമ്പോൾ എൻ്റെ ഹിസ്റ്ററി കൂടെ അതിനകത്ത് സെൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഓരോ തവണ ഈ ഇൻഫർമേഷൻ എക്സ്ട്രാക്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ സിസ്റ്റം പ്രോംപ്റ്റും ഈ ഡിസ്ക്രിപ്ഷനും എല്ലാം സെൻഡ് ചെയ്യണം. പക്ഷേ ഓപ്പൺ AI യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് ഒരു തവണ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ചുമ്മാ ഈ സ്ട്രിങ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വർക്ക് ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഡാറ്റ അതിനകത്ത് സേവ് ആയി, കോണ്ടെക്സ്റ്റ് അതിനുണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാമോ? ഇനി നമ്മള് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ക്ലാസിഫയർ ആണ്. ഇതിന്റെ പേര് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കൊക്കെ ഉണ്ടോ? ഈ പേര് കേട്ടിട്ട് അതെന്തായിരിക്കും ചെയ്യാന്നൊരു ഐഡിയ, ബേസിക് ഐഡിയ? ടെക്സ്റ്റ് ക്ലാസിഫയർ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ സെക്കൻഡ് ആയിരത്തി ചേച്ചി പറഞ്ഞു ഒരു ഇമെയിൽ റിസീവ് ചെയ്യുമ്പോൾ സ്പാം ഇമെയിൽ ആണെങ്കിൽ അത് ട്രാഷിലേക്കും, ഇമ്പോർട്ടൻ്റ് ഇമെയിൽ ആണെങ്കിൽ എനിക്കത് നോട്ടിഫൈ ചെയ്യണമെന്നും പറഞ്ഞു ഒരു വർക്ക് ഉണ്ടാക്കുമ്പോൾ അത് AIക്ക് മനസ്സിലാക്കണം എന്താണ് സ്പാം, എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ആ ടെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോഡാണ് ടെക്സ്റ്റ് ക്ലാസിഫയർ. ഇതിനകത്ത് ഇവിടെ ഇൻപുട്ട്, അതായത് നമ്മൾ എന്താണ് നമുക്ക് വരുന്ന ഇമെയിലിന്റെ ബോഡി ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്തൊക്കെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണുള്ളത്. ജിമെയിലിനകത്ത് സ്പാം എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. നമ്മുടെ നേരത്തെ ഇൻഫർമേഷൻ എക്സ്ട്രാക്ടറിൽ പോലെ തന്നെ ഇവിടെയും രണ്ട് ഉണ്ടായി കാണിക്കാം. ഇതെടുത്തിട്ട് ടെക്സ്റ്റ് ക്ലാസിഫയറിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ പുതിയ കാറ്റഗറി ആഡ് ചെയ്യാം. ഇവിടെ സ്പാം എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ സ്പാമിൽ അടിക്കുക. നമുക്ക് ഏതൊക്കെ കാറ്റഗറീസ് ആണുള്ളത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, സ്പാം എന്തായിരിക്കും എന്ന് പറഞ്ഞുള്ള ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് പ്രൊമോഷൻ, ഓഫേഴ്സ്, ഡിസ്കൗണ്ട്, സെയിൽസ് അനൗൺസ്മെന്റ് ഫോർ മാർക്കറ്റിംഗ് കൺസൾട്ടേഴ്സ്, ഇതെല്ലാം സ്പാം ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്നാണ് LLM-ത്തിന്റെ അടുത്ത് പറയുന്നത്, AI അടുത്ത് പറയുന്നത്. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ്. എന്നിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്.
ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. ഡയറക്റ്റ് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ മെസ്സേജ് അഡ്രസ് ടു ദി റെസിപ്പിയന്റ് ബൈ നെയിം, ട്രാൻസാക്ഷൻ ഇമെയിൽ സച്ച് ഫോർവേഡ് കൺഫർമേഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ, അതേപോലെ തന്നെ ബേസിൽ അത് തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് കാറ്റഗറി കൊടുക്കുക, കാറ്റഗറിയുടെ പേര് കൊടുക്കുക, എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് 2 ഔട്ട്പുട്ടാണ് വരുന്നത്, സ്പാം ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന എനിക്ക് വരുന്ന ഇമെയിൽ സ്പാം ആണെങ്കിൽ ഇതിനകത്ത് എവിടേക്കായിരിക്കും പോവാ? ആരെങ്കിലും പറയാം, ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം. ചാറ്റിലിടാമോ? എനിക്ക് വരുന്ന ഇമെയില് AI സ്പാം ആയിട്ട് മനസ്സിലാക്കി. അപ്പൊ ഇതിനകത്ത് ഏതിനകത്തേക്കായിരിക്കും ഔട്ട്പുട്ട് പോവാ? ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ സ്പാം ഇമെയില് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാറ്റ് ഓപ്പൺ ചെയ്യാം, നമുക്ക് കൊടുക്കാം. സ്പാം ഇമെയിലാണ് കൊടുത്തത്. ഇതിന്റെ ഔട്ട്പുട്ട് പോയിരിക്കുന്നത് സ്പാം എന്ന് പറഞ്ഞ ഇതിനകത്തേക്ക് മാത്രമായിരിക്കും ഔട്ട്പുട്ട് പോവുക. ഇത് ഇവിടേക്ക് ഔട്ട്പുട്ട് പോയിട്ടില്ല. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വർക്ക് ആവില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കണേ അതെല്ലാം അടുത്ത സ്റ്റെപ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കില്ല? മനസ്സിലായെങ്കിൽ തംസപ്പ് ഇടാമോ? ഓക്കെ, ഇനി നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെയിൽ വന്നാൽ എന്തായിരിക്കും ചെയ്യാന്ന് നോക്കാം. ഇതിപ്പോ എനിക്ക് ശരിക്കും ഒരു ബാങ്കിൽ നിന്ന് വന്ന മെയിലാണ്. ഞാൻ ബാക്കിയൊക്കെ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്ന. അത് കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ആ നോഡിലേക്ക് മാത്രം പോയി. ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് APIക്ക് കോണ്ടെക്സ്റ്റ് ഇല്ലെന്ന്. ഞാൻ ഇവിടെ ബോട്ട് സ്നാക്സ് കൊടുത്തിരുന്നു. ഈ API കൂടെ തന്നെയാണ് ഈ സ്നാക്സിന്റെ എല്ലാ ഇൻഫർമേഷൻ പോയത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാറ്റിലേക്ക് തന്നെയാണ് നേരെ ഇമെയിൽ പേസ്റ്റ് ചെയ്തത്. പക്ഷെ അതിന് കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം അത് എന്താണ് ഐറ്റം അല്ല സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് സിസ്റ്റം പ്രോംപ്റ്റ് കൊടുത്തേക്കണേ, ഇതിന്റെ കാറ്റഗറി അതൊക്കെയാണ് APIയിലേക്ക് പോയത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ഔട്ട്പുട്ട് വന്നിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ തംസപ്പ് ഇടാമോ? ഓക്കെ, ഇനി നമ്മുടെ ബേസിക് LLM ചെയിൻ ആൻഡ് AI ഏജന്റ്, ഇത് രണ്ടും കാണുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടി പവർഫുൾ ഏതായിരിക്കും കുറച്ചുകൂടി പവർഫുൾ? ഇത് രണ്ടും കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല ഏതായിരിക്കും കുറച്ചുകൂടി പവർഫുൾ എന്ന് പറയും. ഏതായിരിക്കും കുറച്ചുകൂടി പവർഫുൾ ഒന്ന് പറയാമോ? AI agent. ഓക്കെ, AI ഏജന്റ് ആണ് കുറച്ചുകൂടി പവർഫുൾ. ബേസിക് LLM ചെയിൻ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ ഇന്നലെ സെക്കൻഡ് ആര്യൻ ചേച്ചി നമുക്കൊരു എക്സാമ്പിൾ ഒരു ബേസിക് വർക്ക് ഫ്ലോ കാണിച്ചു തരണം. അതിനകത്ത് ബേസിക് LLM ചെയിനാണ് യൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് ഒന്നുമില്ല. വരുന്ന ഇൻപുട്ട് ചുമ്മാ ഒന്ന് സമ്മറൈസ് ചെയ്യുക, അത് നേരെ ഒന്ന് ഗൂഗിൾ ഡോക്കിലേക്ക് ഇൻപുട്ട് ചെയ്യുക. അപ്പൊ ബേസിക് ആയിട്ട് ഒരു ഇത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബേസിക് തിങ്കിങ് ആവശ്യമില്ല, കോണ്ടെക്സ്റ്റ് ആവശ്യമില്ല, മെമ്മറി ആവശ്യമില്ല, ടൂൾസ് ആവശ്യമില്ല. ബേസിക് സമ്മറൈസ് ചെയ്യാൻ മാത്രമേ AI പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം യൂസ് ചെയ്യുന്ന ഒരു നോഡാണ് ബേസിക് LLM ചെയിൻ. പേരിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ബേസിക് LLM ചെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തേന്ന് വെച്ചാൽ ഇത് നേരെ ഇതിനെ വിക്കിപീഡിയന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് എങ്ങനെയാണ്, കുറെ ഉണ്ട്, കുറെ ലിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് AI എന്ന് സെർച്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് വിക്കി നേരെ കോപ്പി ചെയ്തിട്ടാണ്. എന്നിട്ട് ഞാൻ അവിടെ സിസ്റ്റം മെസ്സേജ് സമ്മറൈസ് ലിസ്റ്റ് പറഞ്ഞിട്ടിട്ടുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഡേ പഠിച്ചില്ല അതേപോലെ എനിക്ക് പോയിന്റ് വൈസ് വേണം ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ഈ സെറ്റപ്പിന് വേണ്ടി മാത്രം ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തു, റൺ ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ വന്നിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI refers to computational system ability to perform. അത് ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞേക്കണെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഇല്ലെങ്കിൽ തംസ് അപ്പ് ഇടാമോ? ഓക്കെ. ഇനി നമ്മുടെ AI ഏജന്റിലേക്ക് വരികയാണ്. AI ഏജന്റിൽ തന്നെ 2 തരമുണ്ട്. ഒരു ബേസിക് AI ഏജന്റ് ഉണ്ട്, മൾട്ടി ഏജന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ബേസിക് AI ഏജന്റിലേക്കാണ് പരിചയപ്പെടുന്നത്. ഏജന്റ് സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് AI ഏജന്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരും ഏജന്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നേക്കുമ്പോൾ ഇതിനവിടെ കണക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി വന്നേക്കുന്നത് ലാസ്റ്റ് കണക്ട് ചെയ്തേക്കുന്ന ഇതാണ് ഇതിന്റെ യൂസർ മെസ്സേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേറെ മെസ്സേജ് ആയിരിക്കും യൂസർ മെസ്സേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡിഫൈൻ ബിലോ കൊടുത്തു. എന്നിട്ട് ഈ ചാറ്റ് ഇൻപുട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് നോക്കുന്നത് അതായിരിക്കും ഈ ഏജന്റിന്റെ യൂസർ മെസ്സേജ് ആയിട്ട് പോവുക. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇതിനകത്ത് ഇപ്പോ സിസ്റ്റം മെസ്സേജ് കൊടുക്കണം. ഇപ്പൊ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം പ്രോംപ്റ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ AI അറിയില്ല ഈ AI എന്താ ചെയ്യുക. ഇപ്പൊ ഈ AI അറിയില്ല ഈ യൂസർ മെസ്സേജ് വെച്ചിട്ട് ഈ AI എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളിവിടെ ആഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ സിസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞ് കാണും. അത് പ്രസ് ചെയ്യുമ്പോൾ യുവർ ഹെൽപ്ഫുൾ അസിസ്റ്റന്റ് ഇത് വെച്ച് നമുക്ക് പ്രത്യേകിച്ചുള്ള ഉപയോഗമൊന്നുമില്ല. എന്നിട്ട് അത് ക്യാൻസൽ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഡേ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ എങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇപ്പൊ സിസ്റ്റം പ്രോംപ്റ്റും യൂസർ പ്രോംപ്റ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് API, എനിക്ക് API എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എനിക്ക് API ഇങ്ങനെ പറഞ്ഞാൽ നല്ല മനസ്സിലാവുള്ളൂ, അതൊക്കെ യൂസർ പ്രോംപ്റ്റ് എന്ന് പറയും. സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ AI അടുത്ത് പറയാണ് എന്താ ഹൂ ഈസ് AI. അതിപ്പോ AI ഒരു ടീച്ചർ ആണെങ്കിൽ യു ആർ എ ടീച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കും. എന്താണ് AI റോൾ എന്ന് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് ടാസ്ക് എന്ന് പറഞ്ഞു കൊടുക്കും. തിരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കും. സിമ്പിൾ AI യൂസിലും നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം പ്രോംപ്റ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും ആദ്യം സ്പെസിഫൈ ചെയ്യും. പിന്നെ ടാസ്ക് സ്പെസിഫൈ ചെയ്യും. എന്തൊക്കെ ടാസ്ക് ചെയ്യണം, എങ്ങനെയാണ് മെസ്സേജ് ഫോർമാറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ സിമ്പിൾ AI യൂസിന് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇപ്പൊ മറ്റേ വർക്ക് ഫ്ലോയിൽ ഇട്ടേക്കണ AI ഏജന്റ് ബേസിക് ആണോ അതോ മറ്റേ രണ്ടാമത്തേതാണോ? ഇത് രണ്ടാമത്തെ ബേസിക് എന്നതിൽ ബേസിക് എന്നതിൽ ജസ്റ്റ് മോഡൽ പറഞ്ഞല്ലേ AI ഏജന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന്. അല്ല സംഭേഴ്സ് അത് നമുക്ക് വരും. മൾട്ടി ഏജന്റ് സിസ്റ്റം കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാം. ഇതിപ്പോ ബേസിക് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റ് മാത്രമേ ഉള്ളൂ. മൾട്ടി ഏജന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ഏജന്റ് ഒരു സൂപ്പർവൈസർ പോലെ നമ്മൾ ഇപ്പൊ ഒരു സൂപ്പർവൈസർ ഏജന്റിലേക്ക് മെസ്സേജ് കൊടുക്കാം. എന്റെ കോൺടാക്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ വ്യക്തിക്ക് ഒരു ഇമെയിൽ അയക്കണമെന്ന് മെസ്സേജ് കൊടുത്തു. അപ്പൊ സൂപ്പർവൈസർ ഏജന്റ് എന്താ ചെയ്യുന്നത്? സൂപ്പർവൈസർ ഏജന്റിന്റെ
താഴെ വേറെ ഒരു സബ് പേജ് ഉണ്ടാവും. അപ്പൊ ഈ ഓരോ സബ് പേജിലും ഓരോ സ്പെസിഫിക് ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ചായിരിക്കും ഇപ്പൊ ഇമെയിൽ എന്റെ കോണ്ടാക്ട് ബുക്ക് നോക്കിയിട്ട് ഇമെയിൽ അയക്കാൻ വേണ്ടി സൂപ്പർവൈസർ ഏജന്റ് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കോണ്ടാക്ട് ഏജന്റ് വിളിക്കാം. എന്നിട്ട് ഈ കോണ്ടാക്ട് ഏജന്റ് എന്റെ കോണ്ടാക്ട് നോക്കിയിട്ട് ജോലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇമെയിൽ എന്തെങ്കിലും നോക്കും. എന്നിട്ട് അതുണ്ടെങ്കിൽ അതെടുത്ത് കഴിയുമ്പോൾ സൂപ്പർവൈസർ ഏജന്റിന് കൊടുക്കും. എന്നിട്ട് സൂപ്പർവൈസർ ഏജന്റ് ആ ഇമെയിലും ഇതും കൂടെ രണ്ടാമത്തെ ഇമെയിൽ സെൻഡ് ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ടാവും. ആ ഏജന്റ് പാസ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ ഓക്കെ. അപ്പൊ ഓരോ സബ്ബേസിനും ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ കോണ്ടാക്ട് ഏജന്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് നോക്കിയിട്ട് ജോലി ഗ്യാസിന്റെ ഇമെയിൽ കൊണ്ടുവച്ചിട്ട് സൂപ്പർവൈസർ ഏജൻസിക്ക് കൊടുക്കും. എന്നിട്ട് ആ ഇമെയിലിൽ എല്ലാ ഡീറ്റെയിൽസും കൂടി ഇമെയിൽ അയക്കുന്ന ഏജന്റിന് പാസ് ചെയ്യും. എന്നിട്ട് ഈ ഏജന്റിന്റെ സ്പെസിഫിക് ടാസ്ക് മാത്രം ഒരു ഏജന്റ് മാനേജ് ചെയ്യുള്ളൂ. ഇപ്പൊ ഈ ഇമെയിൽ ഈ കോണ്ടാക്ട് ഏജന്റിന്റെ ഇമെയിൽ അയക്കുക, ഈ ജിമെയിൽ ഏജന്റ് കോണ്ടാക്ട് നൽകില്ല, ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഈ ജിമെയിൽ ഏജന്റ് എന്റെ ഈ സൂപ്പർവൈസറിനോട് കൊടുത്ത ഇമെയിൽ ഐ ഡി ബേസ് ചെയ്തിട്ട് പുതിയൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ കൺഫർമേഷൻ മെസ്സേജ് വിളിക്കും. എന്നിട്ട് സൂപ്പർവൈസർ ഏജന്റ് നമുക്കൊരു മെസ്സേജ് അയക്കും, എല്ലാം ചെയ്തിട്ടുണ്ട്, കൺഫേം ആണ്, സെൻഡ് ചെയ്യട്ടെ എന്ന് പറയും. ഒരു മനസ്സിലായി ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കുഴപ്പമൊന്നുമില്ല ചോദിക്കണോണ്ട്. ഓക്കെ. ഇപ്പൊ ബേസിക് ഈ സിസ്റ്റം മെസ്സേജ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്യുന്ന ഇതിനകത്ത് ഞാൻ പറയുകയാണ് സിസ്റ്റം മെസ്സേജ് ഇതാണ്. യുവർ ഇമെയിൽ ആക്സസ് ടു ഇമെയിൽ സെൻഡിങ് ടോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്, വർക്ക് ഫ്ലോയിങ് ആണ്, ഫോളോ ദി സ്റ്റെപ്പ് 3 എന്താണ്, ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും സംഭവമൊക്കെയാണ്. ഇപ്പൊ ഇത് ഈ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ട് അവസാനം പറയാം. എപ്പോഴും പ്രോജക്റ്റ് കഴിക്കാൻ കുറച്ച് ബോറിംഗ് ആക്കാൻ തോന്നിയത് ഫോക്കസ് ചെയ്തിട്ട് ഇവിടേക്ക് ഇട്ടു. ഇനി ഞാൻ ചാറ്റ് മോഡിൽ ആഡ് ചെയ്യണം. ചാറ്റ് മോഡിൽ അടിച്ചു. ഞാനിപ്പോൾ ഓപ്പൺ റൗട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജെമിനി യൂസ് ചെയ്യണമെങ്കിൽ ജെമിനിയിൽ സെർച്ച് ചെയ്യണം. പിന്നെ കോഡ് കൊടുക്കണം. ജിമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ജിമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഏജന്റാണ് ക്രിയേറ്റീവ് ടൂൾസും. അപ്പൊ ഞാൻ ഫോർവേഡ് ചെയ്യുന്ന ടൂൾസും അത് ബേസിലാണ്. ഈ ഏജന്റിന് ആവശ്യമുള്ള ടൂൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കൊടുക്കുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ജിമെയിലും സെർച്ച് ചെയ്യും. ഇത് ഇത് ഹ്യൂമൻ പറഞ്ഞ ആ ടോപ്പിക്ക് നമ്മൾ പോകുന്നില്ല. വോയിസ് കട്ടാവുന്നുണ്ട് കേട്ടോ. സോ എനിക്ക് മാത്രമാണ്. വോയിസ് ക്ലിയർ ആണോ? അത് എന്റെ സൈഡിലെ ഇഷ്യൂ ആണോ? എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഓക്കെ. ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ പറയട്ടോ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ടൂൾസ് ഓക്കെ ഓക്കെ. ഇപ്പൊ ടൂൾസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഈ ജിമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഏജന്റ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ആവശ്യമുള്ള ടൂൾസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ജിമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ജിമെയിൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ മാത്രമേ ആവശ്യമുള്ളൂ.
ഇപ്പൊ സാധാരണ നോഡും ഈ ഏജന്റിന്റെ ടൂൾസും നോഡും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജിമെയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ പല പല നോഡ് നമുക്ക് കാണാം. ഡിലീറ്റ് ഡ്രാഫ്റ്റ്, ആഡ് ലേബൽ എന്ന് പറഞ്ഞ് കുറെ കാണാം. പക്ഷേ ഇതിന്റെ ടൂൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമെയിലിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ടൂള് മാത്രമേ ഉള്ളൂ, ജിമെയിൽ എന്ന് പറഞ്ഞാൽ. അതിനകത്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്. ഇപ്പൊ ടൂൾ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് വരാം. റിസോഴ്സ് എന്താണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, മെസ്സേജ് ആണോ, ലേബൽ ആണോ, ഡ്രാഫ്റ്റ് ആണോ. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യണത്, അതാണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡ്രാഫ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യുക. ഡ്രാഫ്റ്റിനകത്ത് എന്ത് ഓപ്പറേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡ്രാഫ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാണോ, ഡിലീറ്റ് ചെയ്യാണോ, അത് നമ്മൾ ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് ആക്സസ് ചെയ്യാണോ, അതൊക്കെയാണ് ഗെറ്റ് മെനി ഡിലീറ്റ് അതൊക്കെ ഉള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണ കാരണം ക്രിയേറ്റ് സെലക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു. എന്നിട്ട് സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ല, ഇവിടെ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഓരോ തവണ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലാത്ത തന്നെയാണ് ഇവിടെ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഏജന്റിനെ ഇത് ഫില്ല് ചെയ്യാന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടോ ഈ സൈഡിലായിട്ട് ഒരു ജെമിനയുടെ പോലെ ഒരു 3 സ്റ്റാർ ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ ലെറ്റ് മോഡൽ ഡിഫൈൻ ദിസ് പാരാമീറ്റർ കൊണ്ടാണ്. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡലായിരിക്കും അവിടെ എന്തായിരിക്കും വേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ക്ലാസ് പേരിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഏതെടുത്ത് പറഞ്ഞു, ഇത് എന്തിന്റെ ഫീൽഡാണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഏതെടുത്ത് പറയാണ്. സബ്ജക്റ്റിന്റെ ഫീൽഡിലാണ് ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത് വെച്ചാൽ ഇമെയിലിന്റെ സബ്ജക്റ്റ് ഇവിടെ കൊടുക്കാനാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഇവിടെ ഇമെയിൽ ടൈപ്പ് ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മെസ്സേജും നമ്മൾ ഏത് ഡിപ്പെൻഡ് ചെയ്യാണ്, മെസ്സേജും ഏതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യാണ്. ലെറ്റ് ദ മോഡൽ ഡിഫൈൻ ദിസ് കൊടുത്തു. ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താണ്. ഏതെടുത്ത് പറഞ്ഞു ഇമെയിലിന്റെ ബോഡി ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസീവറുടെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഫീൽഡിലായിരിക്കും കൊടുക്കുക. ഇവിടെ നമ്മൾ മോഡൽ ഡിഫറൻസ് പാരാമീറ്റർ കൊടുത്തു. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു. എന്നിട്ട് പിന്നെ അത്രേ ഉള്ളൂ ബേസിക്കലി പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മെമ്മറി ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാനൊരു ബേസിക്കലി ഞാൻ ഒന്ന് ട്രിഗർ ചെയ്തോ, അതിൽ എറർ വരുമോ നമുക്ക് നോക്കാം. ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ഓപ്പൺ ചാറ്റ് എടുത്തു. എന്നിട്ട് ലോ എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്ന ജോയിലിന് കൊടുക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഈ ഏജന്റിന് നേരത്തെ ഞാൻ എന്തൊക്കെ പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഞാൻ കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്.
ഓക്കെ, ഞാനിവിടെ ഹലോ എന്ന് കൊടുക്കാൻ പോവാണ്. ഇവിടെ പോയിട്ട് ഹലോ എന്ന് പറഞ്ഞു വന്നു. ഞാൻ റിപ്ലൈ ബേസിക്കായിട്ട് ഒരു റിപ്ലൈ തന്നു. എന്നിട്ട് ഞാൻ ചോദിക്കാൻ, ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടോ? ഇത് പറയാണ് ഞാൻ ലാസ്റ്റ് മെസ്സേജ് പറഞ്ഞു. ഇപ്പൊ ഞാൻ അയച്ച മെസ്സേജ് ഞാൻ ലാസ്റ്റ് പറഞ്ഞെന്ന് പറയാണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഹലോ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷന്റെ ഉപയോഗം അവിടെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ഓപ്ഷൻസ് നമുക്ക് വരുന്നത്. റെഡിസ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്, പിന്നെ പോസ്റ്റ്ലെസ് അവൈലബിൾ ആണ്, മോങ്കോ ഡി ബി. നമ്മളിവിടെ സിമ്പിൾ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ മോഡലിന് കോണ്ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെമ്മറി. മോഡലിൽ നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് മെമ്മറി എന്ന് പറഞ്ഞ ടൂള് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ മെമ്മറി ആഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് അയക്കുകയാണ്. ഇത് കണ്ടോ? ഇവിടെ ഞാൻ ഹലോ എന്ന് പറഞ്ഞ് അയച്ചപ്പോ ഇവിടെ മെമ്മറിയിലേക്ക് അത് സേവ് ചെയ്തു. മെമ്മറിയിൽ ലാസ്റ്റ് കോണ്ടന്റ് ഹലോ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. എന്നിട്ട് ഇപ്പോ ഒരു ടൈമില് എന്താണ് റിപ്ലൈ കൊടുത്തത്, ഈ മെമ്മറിയിലേക്ക് എന്തൊക്കെയാണ് സേവ് ചെയ്യുന്ന വെച്ചാൽ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും യൂസർ എന്താണ് പറഞ്ഞത്, എ എന്തൊക്കെയാണ് ചെയ്തത്, എ എന്താണ് റിപ്ലൈ കൊടുത്തത്, ഇതെല്ലാം ഇതിനകത്തേക്ക് സേവ് ചെയ്യും. ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ ലെങ്ത് എന്ന് പറഞ്ഞത് പാസ്റ്റ് എത്ര എത്ര കോൺവെർസേഷൻ ഹിസ്റ്ററി പ്രൊവൈഡ് ആയി. 5 എന്ന് പറഞ്ഞാൽ 5 തവണ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ 5 മെസ്സേജ് എല്ലാം ഈ LLM-ന് കോണ്ടെക്സ്റ്റ് ആയിട്ട് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഇല്ലാലോ? ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ മെമ്മറി ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് ഞാൻ ചോദിച്ചു, കുഴപ്പമൊന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ മെമ്മറി ആഡ് ചെയ്തപ്പോൾ കണ്ടോ, ഇൻ യുവർ ലാസ്റ്റ് മെസ്സേജ് യൂസ് ഹലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് AI-ക്ക് ഓർമ്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് മെമ്മറി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ, നമ്മുടെ പഴയ വർക്കുകളിലേക്ക് വരാം. ഇവിടെ ഞാൻ മെമ്മറി ആഡ് ചെയ്യാം. ഈ മെമ്മറി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ API കോളിലും ഇത്ര ടോക്കൺ പ്രോസസ് ചെയ്യാൻ അത്രയും പൈസ പോവും. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഒക്കെ അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യുക. അപ്പോൾ കിട്ടണമെങ്കിൽ കുറേ മെസ്സേജ് ഏരിക്കും പോവും, അതേപോലെ തന്നെ കുറേ പൈസയാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോ ഞാൻ AI-ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുകയാണ്. ഇപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഏജന്റിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്ത ഏജന്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് യൂസർ ഇമെയിൽ ഐഡിയും സബ്ജക്റ്റും എന്തൊക്കെയാണ് ഇമെയിൽ അയക്കേണ്ടതെന്ന് പ്രൊവൈഡ് ചെയ്യും. ഇത് അഥവാ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ യൂസറിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുക, എന്നിട്ട് മാത്രമേ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹലോ സെൻഡ് ഇമെയിൽ ടു ജോയൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഉണ്ടാക്കി ഇമെയിൽ അയക്കില്ല. നമുക്ക് നോക്കാം. Before I draft the email, could you provide the recipient's email address for Joel? Also, please share the subject and body of the email. ഇപ്പൊ ഈ AI ഏജന്റ് എപ്പോഴാണ് പവർഫുൾ ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം പ്രോംപ്റ്റ് അനുസരിച്ചായിരിക്കും ഓരോ AI ഏജന്റിന്റെയും പവർഫുൾനെസ് ഡിസൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ തംസപ്പ് ഇടാം. 3 വ്യക്തി മനസ്സിലായത്? ഓക്കെ,
ഞാൻ അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാണ് റോയലിന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് ഞാൻ. ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഇനി ചോദിക്കും, ഇപ്പൊ ഞാൻ ഇമെയിൽ ഐ ഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സബ്ജക്ട് കൊടുത്തില്ല, എന്താണ് ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടില്ല. ഇത് ചോദിക്കുകയാണ് കുഡ് യു പ്ലീസ് പ്രൊവൈഡ് ദ സബ്ജക്ട് ആൻഡ് ബോഡി ഓഫ് നെയിം. ഞാൻ സബ്ജക്ട് കൊടുക്കാണ്, എന്നിട്ട് ബോഡിയും കൂടി കൊടുക്കാണ്. ശരി, അയക്കാൻ വന്ന മെസ്സേജ് എന്ന് വെച്ചാൽ സെൻഡ് എ മെസ്സേജ് ദാറ്റ് വി വിൽ ബി ഹാവിംഗ് എ ഡിന്നർ അറ്റ് 7 PM on 27th. പറഞ്ഞു കൊടുക്കുക. സബ്ജക്ട് സബ്ജക്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ഈ സബ്ജക്റ്റിനകത്ത് കൊടുക്കുകയാണ് ഡിന്നർ അറ്റ് 27. ഇവിടെ കണ്ടോ, എല്ലാ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ജിമെയിൽ ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ നേരത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ സേവ് ചെയ്യാനാണ് ഈ മെമ്മറി ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത എല്ലാം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, നേരത്തെ സ്റ്റാറ്റിസ്റ്റി 4-നകത്ത് നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റി 6-നകത്ത് ഇപ്പൊ ഞാൻ അവിടെ എന്താണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇൻബോക്സ് എടുക്കുകയാണ്, എന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്ത ഇമെയിൽ ഐ ഡിയിലാട്ടോ അത് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡ്രാഫ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ കൊടുത്ത സബ്ജക്ട് ഡിന്നർ അറ്റ് 27. ഇമെയിൽ ഐ ഡി ഇവിടെ വന്നു. വി വിൽ ബി ഹാവിംഗ് എ ഡിന്നർ അറ്റ് 8 PM on 27. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് സബ് ഏജന്റ് ഒക്കെ എന്തിനാണെന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ സബ് ഏജന്റ് കൊടുക്കുകയെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ടൂൾ എല്ലാം കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് എല്ലാ ടൂളും ഒരു ഏജന്റിന്റെ അടുത്തേക്ക് ഞങ്ങൾ കൊടുത്താൽ പോരെ, എന്തിനാ സബ് ഏജന്റ് ഉണ്ടാക്കാൻ? ആർക്കെങ്കിലും പറയാമോ എന്താ കുഴപ്പമെന്ന്? ആർക്കെങ്കിലും ഒന്നും അറിയാമോ? ചാറ്റ് മെസ്സേജ് ഇട്ടാലും മതി, അല്ലെങ്കിൽ മൈക്ക് ഓപ്പണിംഗ് ഓണാക്കിയും പറയാം. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ്. പോസ്റ്റ് കട്ടിംഗ് അല്ല. ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഒരു മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താ സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? ചാറ്റ് മെസ്സേജിൽ ഇട്ടാലും മതി കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, വേറെ ആർക്കൊന്നും മനസ്സിലായില്ലേ? ഓക്കെ, അതെ, വർക്ക് ലോഡ് കൂടുമ്പോ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇന്നസെന്റിന്റെ അടുത്ത് ഇപ്പൊ വെയിറ്റ് ചെയ്യും. ആ,
ഇപ്പൊ ഒരാളെടുത്തിന്റെ തുണി വിരിച്ചിടുക, പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, വിറ്റടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടെ ഒരാൾക്കൊന്ന് ഒരു ലിമിറ്റൊക്കെ ചെയ്യാനുള്ള പണികളൊക്കെ സൗണ്ട് ക്ലിയർ അല്ല ജോലെ, സൗണ്ട് ക്ലിയർ. ആ ഓക്കെ ഓക്കെ. കട്ട് ചെയ്ത് പോകണോ? ആ എന്തോ ഒരു ഇതുപോലെ ആ ഓക്കെ ഓക്കെ. ഇപ്പൊ കുഴപ്പമില്ല. എന്തും പറയണോ? ഓക്കെ. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയുടെ ഒരു ലിമിറ്റ് ഇല്ലേ? ഒരാളെ കൊണ്ട് ചെയ്യാൻ പറയുന്നത് ഇപ്പൊ ഒരാളെ കൊണ്ട് തന്നെ പണി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏഴ് ഞാൻ പറയാം, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, ഇമെയിൽ കണ്ടുള്ള ചെയ്യണം, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒരു ഏജൻസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരെ പണി ഹാൻഡിൽ ചെയ്തിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഒരു ഒറ്റ ഔട്ട്പുട്ട് കൊണ്ട് തരും. നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ആയിരിക്കില്ല ആ ഏജന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സബ് ഏജൻസി യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഡൗട്ട് ഇല്ലെങ്കിൽ തംസപ്പ് ഇടാമോ? ഓഡിയോ ക്ലിയർ അല്ലേ? നാൽപ്പത്തേഴ് പേര് മീറ്റിലാണ്. ഉണ്ടോളൂ. ബാക്കി എല്ലാവർക്കും ഡൗട്ടാണോ? ബാക്കി എല്ലാവർക്കും ഡൗട്ടാണോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ആ കേൾക്കാം. ഓക്കെ. അപ്പൊ മൾട്ടി ഏജന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജന്റിന്റെ വർക്കിംഗ് സെലക്ട് ചെയ്തിട്ട് ഹാലൂസിനേഷൻ കുറയ്ക്കാനാണ്. ഹാലൂസിനേഷൻ എന്താണെന്ന് ഇവർക്ക് ഇതിൽ പറയാൻ പറ്റും. എന്താണ് ഹാലൂസിനേഷൻ? ചാറ്റ് മെസ്സേജിലോ എന്തെങ്കിലും ചെയ്യാമോ? എന്താണ് ഹാലൂസിനേഷൻ? തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഡെയിലി ചാറ്റ് സംഭവിക്കാറുണ്ട് തന്നെയാണ്. ഇപ്പോഴും സംഭവിക്കാറുണ്ട്. എന്താണ് ഹാലൂസിനേഷൻ? ഇപ്പൊ അറിയാത്തതാണോ? അതെ, ഈ ഫോൺ സയൻസ്, അതെ കോൺഫിഡൻസോടെ തെറ്റ് പറയുന്നത് അതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ കുറെ ടാസ്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈഗോ ഉള്ള സംഭവമാണ് ഈ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല, ഞാൻ എല്ലാം ചെയ്യുന്ന എല്ലാം ശരിയാണ്, അങ്ങനത്തെ കുറച്ച് കോൺഫിഡൻസ് കൂടിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ സബ് ഏജൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു സബ് ഏജന്റ്, ചുമ്മാ ഒരു ബേസിക് സബ് ഏജന്റ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ നാളെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ് ഏജന്റ് ക്രിയേറ്റ് ചെയ്ത് ഇതാണ് നാളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സബ് ഏജന്റ്. നാളെ എല്ലാവരും മീറ്റ് കയറണം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് സംഭവമാണ്. ഇത് പഠിച്ചിരിക്കുന്നത് കുറച്ച് നല്ലതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് നാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ NIT ഫോം ഓരോ ഫോം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് ഈ ഉം, ആ, ഇത് ഓരോരുത്തരും എക്സിക്യൂട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഒരു യൂസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ മോസ്റ്റ്ലി ടെസ്റ്റ് കേസ് മാത്രമാണ് ഈ എക്സിക്യൂട്ട് ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു 24/7 റൺ ചെയ്യുന്നത് ഇവിടെ പബ്ലിഷ് ആണ് ഒരു ബട്ടൺ ഇല്ലേ, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എപ്പോഴും ലിസണിങ് മോഡിലായിരിക്കും. നമ്മൾ ഈ എക്സിക്യൂട്ട് വർക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊരാൾ ഡൗട്ട് ചോദിച്ചാൽ പലരും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ബേസിക് സർവേസിന്റെ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ബേസിക് സർവേസിന് ബേസിക് സർവേസിനകത്ത് ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ ഈ ഇമേജ് കണ്ടുപിടിക്കുന്നത്
ഒരു സൂപ്പർവൈസർ ഏജന്റ് അല്ലെങ്കിൽ ഏജന്റ് ഓർക്കസ്ട്രേഷൻ എന്ന് പറയാം. ഒരു സൂപ്പർവൈസർ ഏജന്റ് ഉണ്ടാവും. അതായിരിക്കും ഏത് ഏജന്റ് ആണ് ഏത് ടാസ്ക് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. അതിന് സൂപ്പർവൈസർ ഏജന്റ് എന്ന് പറയും. അതെല്ലാം സബ് ഏജന്റ് പാസ് ചെയ്ത് സ്പെക്ട് ചെയ്തിട്ട് പാസ് ചെയ്യാൻ കൊടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ കുറച്ച് ലെങ്തിയാണോ? എന്താ പേര് കേട്ടോ ഈ സബ്ബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് പേര്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ തംസപ്പ് ഇടണോ? എന്റെ പേര് ഇട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ഡൗട്ട് ആണോ? അങ്ങനെ ആദ്യത്തെ ബേസിക് സബ്ജക്റ്റിന്റെ ട്രെയിനിങ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ട്രെയിൻ ചെയ്യുക എല്ലാം കൊടുക്കണം. എല്ലാം നമ്മൾ ഇതേപറ്റി അറിയുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഓവർ ഇമ്പാക്ട് ആയിട്ടില്ല. നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ മതി. ഇപ്പൊ നമുക്ക് ട്രെയിനിങ് ചെയ്യണം. ഇത് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റൗട്ടർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റൗട്ടറിന്റെ ജോലി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ, റൗട്ടറിന്റെ പ്രോംപ്റ്റ് ഇങ്ങനെയായിരിക്കും വരിക. യു ആർ എ മെയിൻ ഓർക്കസ്ട്രേറ്റർ. എന്താണ് ചെയ്യുന്നത്? നീ ഒരു റൗട്ടറാണ്. കിട്ടുന്ന മെസ്സേജ് ബേസ് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ട, ഒബ്ജക്റ്റീവ് എന്താണ്, റീഡ് ദ മെസ്സേജ് ആൻഡ് റൂട്ട് ടു ദ കറക്റ്റ് സബ്വേഷൻ. സബ്വേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെ സബ്വേഷൻ്റെ ആണ് അവൈലബിൾ, ടോൺ എന്താണ്, ഓഡിയൻസിന്റെ യൂഡിയൻസിനോട് എന്തെങ്കിലും പറയണോ, യു നെവർ ടോക്ക് ടു യൂസർ ഡയറക്ട്ലി. നമ്മുടെ റെസ്പോൺസ് എല്ലാം സബ്വേഷനിൽ കിട്ടുന്ന തരുന്ന റെസ്പോൺസ് ആണ് ആ റൗട്ടർ നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇപ്പൊ സബ്വേന്റെ സിസ്റ്റം പ്രോംപ്റ്റ് നമ്മൾ മാറ്റാൻ പോവാണ്. നമ്മൾ ഇതിന് കോപ്പി ചെയ്യാം. ഇതൊരു ബേസിക് പ്രോംപ്റ്റ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒന്നല്ല പ്രോംപ്റ്റ്. ഒരു കുറച്ച് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതിന്റെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ API യൂസേജും വരും, അതേപോലെ തന്നെ പൈസയും പോവും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഉണ്ടാക്കുന്ന പ്രോംപ്റ്റ് കുറച്ചൊന്ന് എന്തോരം നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഷോർട്ടൻ ചെയ്യുക. പക്ഷേ ഷോർട്ടൻ ചെയ്യുമ്പോൾ എല്ലാം മനസ്സിലാവുന്ന എല്ലാ കോൺടെക്സ്റ്റ് അതിനകത്ത് പ്രൊവൈഡഡ് ആയിരിക്കും. അതായത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടൂൾസ് ഉണ്ട്, അതെല്ലാം പ്രൊവൈഡ് ആയിരിക്കണം. എന്നാലും ലെങ്ത് കുറവായിരിക്കണം. ഈ കമ്പനീസ് ഇപ്പൊ ഹയർ ചെയ്യുമ്പോൾ ഈ പ്രോംപ്റ്റ് അവർക്ക് നഷ്ടമല്ലേ. ഇപ്പൊ കുറെ പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 50,000 രൂപയൊക്കെ ആയിരിക്കും കമ്പനിയിൽ ഈ APIക്ക് മാത്രമൊക്കെ യൂസേജ് വരുന്നത്. അപ്പൊ അന്നേരം നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോ പണി പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ അവിടെ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യുവർ എ റൗട്ടർ, റീഡ് ദ യൂസേഴ്സ് മെസ്സേജ്. ഇഫ് ഇറ്റ്സ് എ കാഷ്വൽ ഓർ എ ഫൺ, കോൾ ദ ഫൺ ഏജന്റ്. ഇഫ് ഇറ്റ്സ് അബൌട്ട് സ്റ്റഡിങ്, കോൾ ദ സ്റ്റഡി ഹെൽപ്പ് ഏജന്റ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഏജന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 ഏജന്റ് ഉണ്ട്. ഒരു ഫൺ ഫാക്ട് വരുന്ന ഏജന്റും ഒരു സ്റ്റഡി ഹെൽപ്പ് വരുന്ന ഏജന്റും. ഇപ്പൊ സബ് ഏജന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടൂൾസ് വന്നിട്ടില്ലേ, ഇവിടെ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ AI ഏജന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ കൂടെ കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സബ് ഏജന്റ് ക്രിയേറ്റ് ആയി. എന്നിട്ട് ഓരോ സബ് ഏജന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഈ മോഡൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈസി ടാസ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് API ചാർജ് കുറവുള്ള മോഡൽ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് മോഡൽ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഓപ്പൺ ഡൗട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സബ്ബേസിനകത്ത് മെമ്മറിയുടെ ആവശ്യം ബേസിക്കില്ല. കാരണം മെമ്മറി കോണ്ടെക്സ്റ്റ് എല്ലാം ഈ റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് യൂസർ നേരത്തെ ചോദിച്ചാലെല്ലാം റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സബ്ബേസിന്റെ ബേസിൽ അങ്ങനെ മെമ്മറി നമ്മൾ കൊടുക്കാറില്ല. കാരണം ഓരോ തവണയും പുതിയ ടാസ്ക് ആയിരിക്കും സബ്ബേസിന് ചെയ്യുക. അഥവാ ഇപ്പൊ കോണ്ടെക്സ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ കട്ടായി പോകാൻ മനസ്സിലാവാതെ വല്ലോ?
ഓക്കെ, ഇപ്പൊ ഞാൻ ഫൺ ഫാക്ട് ഏജന്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫൺ ഫാക്ട് എന്ന പേര് കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്തും ഉണ്ട് പ്രോംപ്റ്റ് യൂസർ മെസ്സേജ് എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ യൂസർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് റൗട്ടറാണ്, എന്നാൽ യൂസർ അല്ല ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ യൂസറാണ്, അല്ല ഈ റൗട്ടറാണ് ഈ ഇവിടെ ഉള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ലെറ്റ് എ ഡിസൈഡ് ചെയ്യും. നമ്മൾ ഇത് ഓണാക്കി ഇടും. ഇവിടെ നമ്മൾ ബേസിൽ കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ എല്ലാവരും പോകും. പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഇത് എന്തിനുള്ള ഏജന്റാന്ന് ഈ റൗട്ടറിന് അറിയണം. അപ്പൊ അതിനുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറയാണ് ഈ ഏജന്റ് എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ട്, ഈ ഏജന്റ് അൺഫാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏജന്റ് യൂസ് ചെയ്യുന്നത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഫൺ ഫാക്ട് ഏജന്റിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ക്ലിയർ അല്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓഡിയോ കട്ടായി പോകാൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, പിന്നെ ഈ സബ് പേജിന്റെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സബ് പേജിനും സ്വന്തം സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഫൺ ഫാക്ട് ഏജന്റ് എടുത്തു, എന്നിട്ട് ഈ സിസ്റ്റം മെസ്സേജ് കോപ്പി ചെയ്തു. എന്നിട്ട് ഈ സബ് പേജിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടില്ലേ, അവിടെ സിസ്റ്റം മെസ്സേജ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് മാറിപ്പോയി. ഓക്കെ, ഇവിടെ ഞാൻ ഈ സബ് പേജിന് എന്താ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. യു ആർ എ ഫൺ എനർജറ്റിക് അസിസ്റ്റന്റ്, ആൻസർ എനി കാഷ്വൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് ഫൺ ഫാക്ട് ഒരു വിറ്റി റെസ്പോണ്ട്. ബേസിക്കലി ഒരു ബേസിക് പ്രോംപ്റ്റ് ആണ്, ഒരുപാടൊന്നും ഇതില്ല, ഒരുപാട് വലിയ ലെങ്തി പ്രോംപ്റ്റ് ഒന്നും അല്ല. നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് ഒരു സ്റ്റഡി ടിപ്പ് കൊടുക്കുന്ന സബ് ഏജന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏജന്റ് ടൂൾ എടുത്തു, എന്നിട്ട് ചാറ്റ് മോഡിൽ കൊടുത്തു. ടൂൾ ആവശ്യമില്ല, നമ്മൾ സിസ്റ്റം മെസ്സേജ് കൊടുക്കുകയാണ്. യു ആർ എ ഫോക്കസ് സ്റ്റഡി അസിസ്റ്റന്റ്, ആൻസർ അക്കാഡമിക് ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ക്ലിയർലി. അതാണ് നമ്മുടെ സ്റ്റഡി ഏജന്റിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മളിവിടെ കൊടുക്കുകയാണ്. എൻ്റെ ഡിസൈഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കാൻ വന്ന് യൂസ് ഓക്കെ. ഈ ഏജന്റ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തു. നമുക്കൊന്നൊരു ട്രയൽ റൺ ചെയ്ത് നോക്കാം. ഞാൻ അവിടെ വരികയാണ്. ഞാൻ അവിടെ വന്നിട്ട് ഓപ്പൺ ചാറ്റ് കൊടുത്തു. അതിന് കൊടുക്കണം. എന്തൊരു എറർ വരുമോ നമുക്ക് നോക്കാം. ഇത് കണ്ടോ? ഞാൻ ഇവിടെ ഹായ് അയച്ചപ്പോൾ ഇതല്ല എനിക്ക്, ഈ റൗട്ടർ അല്ല എനിക്ക് റിപ്ലൈ തന്നത്. ഈ റൗട്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫൺ ഫാക്ട് എന്ന് പറഞ്ഞ സബ് പേജിനെ കോൾ ചെയ്തു. എന്നിട്ട് പറയാണ് ഈ യൂസർ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു, എന്തെങ്കിലും ഫൺ ഫാക്ട് തരാം, ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു എന്ന് ഈ സബ് പേജിന് കൊടുത്തു. എന്നിട്ട് ഈ സബ് പേജിനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, യൂസർ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ സിസ്റ്റം മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഈ സബ് പേജിൽ നമുക്ക് കൊടുക്കണം ഇത് റെഡി ടു സ്പ്രിംഗിൾ സം ഫൺ ഓർ ഫൺ ഡേ. ഓക്കെ, ഇതൊന്നു നമുക്ക് ഓപ്പൺ ചെയ്യാം. എൽമിയ ഫൺ ഫാക്ട് കൊടുക്കാം. ഇതുണ്ടോ? റൗട്ടറിലേക്ക് മെസ്സേജ് പോയി, ഫൺ ഫാക്ട് എന്ന് പറഞ്ഞ സബ് പേജിനെ വിളിച്ചു, ഇവിടുന്ന് റെസ്പോൺസ് തിരിച്ചു പോയി, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് വന്നു. ഇത് ആരും ശ്രദ്ധിച്ചോ? ഈ സ്റ്റഡി ഏജന്റ് ആണത്. ഇതിന്റെ
ഇതുണ്ടോ ഈ സ്റ്റഡി നമ്മൾ ഫൺ ഫാക്ട് വരാൻ പറഞ്ഞപ്പോൾ ഈ സ്റ്റഡി ഏജന്റിലേക്ക് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൗട്ടറിന് അറിയാം ഫൺ ഫാക്ട് ചോദിക്കുമ്പോൾ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി, ഇത് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാരണം സ്റ്റഡി ഏജന്റ് എന്ന് പറഞ്ഞ സബ് ഏജന്റ് കോൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മള് സ്റ്റഡി ഏജന്റ് ഒരു സ്റ്റഡി ടിപ്പ് വയ്ക്കാണ്. സ്റ്റഡി ടിപ്പ് നോക്കാണ്. ഇതുണ്ടോ ഈ റൗട്ടർ ഈ ഫൺ ഫാക്ട് എന്ന് പറഞ്ഞ ഏജന്റിനെ വിളിച്ചില്ല. കാരണം എന്താ, ഇത് ഫൺ ഫാക്ട് തരാൻ വേണ്ടി മാത്രമുള്ള കാരണം സ്റ്റഡി ടിപ്പ് വയ്ക്കുമ്പോൾ ഫൺ ഫാക്ട് കൊണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അതന്നെ ഈ റൗട്ടറിന് അറിയാം സ്റ്റഡി ടിപ്പ്. ഓക്കെ, എനിക്ക് കിട്ടിയേക്കുന്ന മെസ്സേജ് സ്റ്റഡി ടിപ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ സബ് ഏജന്റിനാണ് കോൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ സബ് ഏജന്റ് മാത്രമേ കോൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ കുറെ പേര് ബിഗിനേഴ്സ് ആണ്. അത് തന്നെ എന്തായാലും ഡൗട്ട് ഉണ്ടാവും. ചോദിക്കുന്നതുകൊണ്ട് മടിയൊന്നും വേണ്ട. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏർ ഇന്നത്തെ നമ്മുടെ മീറ്റ് തീരാറായിട്ട്, മീറ്റ് തീർന്നു ബേസിക്കലി. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു ബേസിക് ഇമെയിൽ ഏജന്റ് ഉണ്ടാക്കിയില്ലേ, ഈ ഏജന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏർ കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റെക്ക് ആവുന്നുണ്ടോ? കുഴപ്പമെന്തെങ്കിലും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മീറ്റിൽ കാണിച്ചു തന്ന കാരണം ഇന്നലെ കാണിച്ചു തരാത്ത കുറെ ഡൗട്ട് വന്നു. അതുകൊണ്ട് ഇന്നത്തെ ടാസ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആണ് ഇന്നത്തെ ടാസ്ക്. ഈ സിസ്റ്റംസ് എനിക്ക് ഷെയർ ചെയ്യണോ അത് നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം? ഷെയർ ചെയ്യണോ? മെസ്സേജിന്റെ ടൈപ്പ് ഒന്നും ചെയ്യോ? വാല്യൂ അത് വേണം. ഓക്കെ, വാല്യൂ ഓക്കെ, ഷെയർ ചെയ്യണം. സിസ്റ്റം പ്രോംപ്റ്റ് ഷെയർ ചെയ്യണം. ബാക്കിയിട്ട് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ DM ചെയ്താൽ മതി. വേറെ പേടിക്കും മണ്ടത്തരം ചോദിക്കാതിരിക്കുന്ന ചെയ്യരുത്. നിങ്ങൾ മണ്ടത്തരം ചോദിച്ചാലാണ് എനിക്കും കുറച്ചുകൂടി പേടിയായി കിട്ടും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പം. ഇപ്പൊ രണ്ടുപേർക്കും കൂടി മനസ്സിലാക്കാം. എനിക്കിപ്പോ ഇതെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കാൻ മടുക്കുന്നത് ഞാൻ വലിയ എക്സ്പീരിയൻസ് മാത്രമല്ല. അതുകൊണ്ട് പേടിച്ച് ചോദിക്കാതിരിക്കുകയും ചെയ്തത്. അപ്പൊ ഇന്നത്തെ സെഷൻ തീർന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇവരൊന്ന് തംസപ്പ് ചെയ്യണം. ജോലി ടാസ്ക് വോയിസ് ഒന്ന് കട്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി എന്താണ് ഇന്നത്തെ ടാസ്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഓക്കെ, ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ബേസിക് ഏജന്റ്, ഫസ്റ്റ് ഉണ്ടാക്കിയ ബേസിക് ഏജന്റ് ഉണ്ട്, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഏജന്റ്. അതാണ് ഇന്നത്തെ വർക്ക്. ഇന്നത്തെ ടാസ്ക് നിൽക്കുന്നത്. അതിനകത്ത് സിമ്പിൾ മെമ്മറി ഒരു മോഡൽ കൊടുക്കും. പിന്നെ ഒരു ഡാറ്റ ഇതിന്റെ സിസ്റ്റം മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു. ഇത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞെന്ന് വിചാരിച്ചതാണ്. 8:30 പറഞ്ഞു തരുന്ന സമയം ആൾക്കാർ ഇരിക്കാൻ പറ്റുമോ? അതോ നാളെ പറഞ്ഞു തന്നാൽ മതിയോ? ഇന്ന് പറഞ്ഞായിരുന്നോ? ഇന്ന് പറഞ്ഞതാണ് സപ്പോർട്ടാണോ അല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ? ഓക്കെ, ടാസ്കിന് അല്ലെങ്കിൽ വോയിസ് കട്ടാവണമെന്ന് കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. എന്തായാലും ഇപ്പൊ ഒരു തവണ കൂടെ പറയാം, എന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ഏജന്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഏജന്റ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ഈ സെഷനിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു വർക്ക് തന്നെയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
ഇതിന്റെ സിസ്റ്റം മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അത് നിങ്ങൾ ചുമ്മാ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ മോഡല് APIക്ക് എങ്ങനെയാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്ന് ഗ്രൂപ്പിൽ കാർത്തിക് ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ കാർത്തികിന് DM ചെയ്യാട്ടോ. ക്ലിയർ അല്ലേ? ഈ സിസ്റ്റം മെസ്സേജ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്പ് ഞാൻ ഇന്ന് പറയണോ അത് നാളെ പറയണോ? നാളെ പറയണമെങ്കിൽ തംസപ്പ് ഇടുക. ഇന്ന് പറയണോ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ വല്ലതും ഇടുക. ഓക്കെ, നാളെ പറയാം. ഓക്കെ എന്നാൽ അത് നാളെ പറയാം. ഓക്കെ, നമുക്കിന്ന് മീറ്റ് എൻഡ് ചെയ്യാം. ഞാൻ വിചാരിച്ച് ഇന്ന് പെട്ടെന്ന് എൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇന്നലത്തെക്കാളും കുറെ സമയം ഇന്നത്തെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലത്തെക്കാട്ടിയും കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അതേ ഇന്നലത്തെക്കാട്ടിയും പാടായിരുന്നോ? ചാറ്റിൽ ആരെങ്കിലും ഒന്നിടാമോ? പാടായിരുന്നോ അതേ ഇന്നലത്തെക്കാട്ടി ഈസി ആണോ എന്ന്? ആരും റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഈസി ആയിരുന്നോ പാടായിരുന്നോ അന്നത്തെ സെഷൻ? ഓക്കെ, മാത്യു. ഓക്കെ, താങ്ക് യു ജോയൽ. എടാ പിന്നെ ഇവര് മോഡല് ഇവര് ജെമിനി അല്ലേ യൂസ് ചെയ്യേണ്ടത്? നീ ഓപ്പൺ ജെമിനി. കാർത്തിക് ഇന്ന് ഡോക്യുമെന്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ കാർത്തിക്കിന് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തോളൂ. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ടാസ്ക് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? ഞാൻ ഗ്രൂപ്പിൽ ഒന്നുകൂടി മെൻഷൻ ചെയ്തിടാം. പിന്നെ സിസ്റ്റം മെസ്സേജ് പ്രൊവൈഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ 3 തവണ പറഞ്ഞു എന്ന് തോന്നുന്നു. ഗ്രൂപ്പിലൂടെ ഞാൻ മെസ്സേജ് ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സെഷൻ ഇന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ജോലി കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടാണ്, വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ കുറച്ചും കൂടി എല്ലാവർക്കും കുറച്ചുകൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവും, അത് എല്ലാവർക്കും, ബിഗിനേഴ്സിന് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്തായാലും. പക്ഷേ നിങ്ങൾ എന്തായാലും ജസ്റ്റ് സെഷന് കയറി അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ട് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഓൾറെഡി എന്താ പറയാ, നിങ്ങൾക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പഠിച്ചോളൂ. അപ്പൊ നിങ്ങള് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഓബിയസ് കാരണം നമ്മൾ പുതിയ ടൂളല്ല നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് എന്നേറ്റിന് എങ്ങനെ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ബുക്ക് വായിച്ചിട്ടല്ല സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. ഇത് എന്നേറ്റിന് അതേപോലെ തന്നെയാണ്. നമ്മൾ ഒരു വർക്ക് ഉണ്ടാക്കുക, കുറെ എറർ വരും, പിന്നെ അത് എറർ എങ്ങനെ സോൾവ് ചെയ്യുക, അങ്ങനെ തന്നെയാണ് എന്നേറ്റിന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ട്യൂട്ടോറിയൽ കേട്ടുകൊണ്ട് മാത്രം ആരും എന്നേറ്റ് പഠിക്കാൻ പോകില്ല. നിങ്ങൾ തന്നെ ഓരോ വർക്കും ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ കാണിച്ച ഒരു ടൂൾ വെച്ച് ഇത് വെച്ച് എനിക്ക് എന്റെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുക. അങ്ങനെ ഓട്ടോമേറ്റ് എറർ ഉണ്ടാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാനും പറഞ്ഞുതരാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ബേസിക്കലി എന്നേറ്റും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എന്നേറ്റം പഠിച്ചത് 12 മണിക്കൂർ. ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂറിന്റെ കുറെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആയിരിക്കും. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ബേസിക്കലി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കാം. ഞാൻ ടെലിഗ്രാം ട്രിഗർ ഉണ്ടെന്ന് അറിയാം, അതിനടുത്തിട്ടു. എന്നിട്ട് പിന്നെ അടുത്ത നോഡ് ഇട്ടു. അങ്ങനെ ബേസിക്കലി ചുമ്മാ കണക്ട് ചെയ്ത് വന്നു. അങ്ങനെയാണ് എന്നേറ്റ് ഞാൻ പഠിച്ചത്. ഓക്കെ, ചേടാ ഇത് ഇന്നത്തെ എന്റെ ടിപ്പായിരുന്നു, അത് നീ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ എന്റെ ടിപ്പ് ജോലി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കാർ ഓടിക്കുന്ന എക്സാമ്പിളൊക്കെ വെച്ച് പറയാൻ വേണ്ടി, അപ്പോഴത്തേക്ക് നീ സൈക്കിൾ ഓടിക്കുന്ന എക്സാമ്പിൾ വെച്ച് ടിപ്പ് പറഞ്ഞു. അപ്പൊ എന്റെ ടിപ്പ് എന്തായാലും ജോലി പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല. ഇതന്നെ എനിക്കും പറയാനുള്ളത്. ഞാനും ഇതുപോലെ കിറ്റപ്പൊക്കെ ഞാൻ ഒരു 10 വീഡിയോകളും കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ ഒരു ചെയ്ത് പഠിച്ചു തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കൈ തന്നെ ചെയ്തോളും. അടുത്ത് എന്താ ചെയ്യേണ്ടത്, നമ്മൾ വണ്ടി ഓടിക്കണമല്ലേ, ഓട്ടോമാറ്റിക്കായി നമ്മൾ ഗിയർ മാറ്റിക്കോളും. ആ സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കുകയും, നിങ്ങളിപ്പോ 32 പേരുണ്ട്. അപ്പൊ ഏകദേശം ഒരു 40-50 പേരുണ്ടായിരുന്നു മീറ്റില്. ഫസ്റ്റ് ഡേ ഒക്കെ ഒരു 80 പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ നിങ്ങള് ആക്ച്വലി എന്താ പറയാ, പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കത് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മീറ്റിൽ കയറിയത്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്തു പഠിക്കുക, ഇന്നത്തെ ടാസ്കും ചെയ്യുക.
എന്നാലും നിങ്ങൾ പഠിക്കുള്ളൂ, എറർ വന്നാലും നിങ്ങൾ പഠിക്കുള്ളൂ. ഓക്കെ. നാളത്തെ മീറ്റിൽ എന്തായാലും കയറണം കേട്ടോ. കാരണം നാളത്തെ മീറ്റിൽ നമ്മളൊരു പ്രൊജക്ട് ചെയ്യും. അത് സബ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രൈസ് ഉണ്ട്. അപ്പൊ നാളത്തെ മീറ്റ് എന്തായാലും കയറാൻ ശ്രദ്ധിക്കുക. നമ്മൾ 2 പ്രൊജക്ട് പറഞ്ഞു തരും. അത് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ടാസ്ക് ഉണ്ടാവുന്നതായിരിക്കും. അല്ല, ഒരു പ്രൈസ് ഉണ്ടാവുന്ന തരും. സോറി. ഓക്കെ. അപ്പൊ കേട്ടല്ല, നാളെ എല്ലാരും കേരളത്തിൽ ഞാൻ ഇട്ടോളാം. നാളെ കയറുന്ന നാളത്തെ ടാസ്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ജോലി പറഞ്ഞാൽ തന്നെ എന്താ പറയാ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുമല്ല, വേറൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട്. സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഇതുവരെ ചെയ്ത് ഡേ 1 തൊട്ട് കയറാൻ പറ്റുന്നവർ ഉണ്ട്. അവർക്കായിരിക്കും മെയിൻ ആയിട്ട് അത് യൂസ്ഫുൾ ആണത്.